ബാങ്കിൽ നിന്നും 31 വർഷക്കാലം സേവനം പൂർത്തിയാക്കിക്കൊണ്ട് ജീവിതത്തിൽ നമ്മുടെ ബാങ്കിൽ നിന്ന് പടിയിറങ്ങുകയാണ് ജയേട്ടൻ ഈ മെയ് 31-ാം തീയതി. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും ബാങ്കിന് ആത്മാർത്ഥമായി നിന്നുകൊണ്ട് ഈ ബാങ്കിനെ ഇന്നത്തെ നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു സർവീസിലിരിക്കുന്ന ആൾക്ക് സർവീസ് കാലാവധി കഴിഞ്ഞാൽ പിരിഞ്ഞു പോകണമെന്നുള്ള ഒരു ഘടകമുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ചടങ്ങാണ് ഇവിടെ ഈ വേദിയിൽ നടക്കുന്നത്. ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ മൂസാക്കയാണ്, മുൻ പ്രസിഡന്റ് മൂസാക്കയാണ്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജയേട്ടൻ 1987 മുതൽ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്നുണ്ട്. 87 മുതൽ 94 വരെ ദിവസവേതന അടിസ്ഥാനത്തിലാണ് ഇവിടെ ജോലി ചെയ്തത്. 94 അദ്ദേഹം ഇവിടെ പെർമനന്റ് ജീവനക്കാരനായി വന്നത്. 8/10/94 എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇവിടെ ജീവനക്കാരനായി വരുന്നത്. ആ കാലഘട്ടങ്ങളിലൊക്കെ ജീവനക്കാർക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാമായിരുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സെയിൽസ്മാൻ തസ്തികയിൽ ജോലിയിൽ കയറി. പിന്നീട് അദ്ദേഹം ജൂനിയർ ക്ലർക്കായി, സീനിയർ ക്ലർക്കായി, അക്കൗണ്ടന്റായി, മാനേജറായി, അസിസ്റ്റന്റ് സെക്രട്ടറിയായി ഒരു 2 വർഷക്കാലം നമ്മുടെ ബാങ്കിന്റെ സെക്രട്ടറിയുടെ ചുമതലയും അദ്ദേഹം ജയേട്ടനെ സംബന്ധിച്ച് പറഞ്ഞാല് നമുക്കറിയാം, നമ്മുടെ ബാങ്കിന്റെ ഒരു അസറ്റായിരുന്നു ഈ 31 കൊല്ലക്കാലത്തെ സേവനം എന്ന് പറഞ്ഞാൽ. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ആയുധമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. ഇപ്പോഴും നേരത്തെയൊക്കെ പല ആളുകളും വരുമ്പോൾ ജയേട്ടൻ എന്നെ അന്വേഷിക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ബാങ്കിൽ ജയേട്ടൻ ലീവാണ്. ജയേട്ടൻ ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചതാണ്. അപ്പൊ എന്താ കാര്യം ചോദിച്ചു. നേരിട്ട് കാണാനാണ് പറഞ്ഞു. സംഗതി ഞാൻ ഡിപ്പോസിറ്റ് കൊണ്ടുവന്നതാണ്. അപ്പൊ എന്താ വെച്ചാല് ആളുകളുമായി ഈ 31 കൊല്ലക്കാലത്ത് നിരന്തര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബാങ്കിന് അദ്ദേഹം എന്നും ഒരു മുതൽക്കൂട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ സംഗതി ഞങ്ങൾക്ക് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ട്. അത് മറ്റു സഹജീവനക്കാര് പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും അദ്ദേഹം ഈ ഫാമിന്റെ കാര്യത്തില്, നീതി ലാബിന്റെ കാര്യത്തില്, നീതി മെഡിക്കൽസിന്റെ കാര്യത്തിലൊക്കെ സജീവമായി. കഴിഞ്ഞ ദിവസം ഞാനൊരു ദിവസം കഴിഞ്ഞ മിനിയാന്നാണ് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. 7 മണിക്കൊന്ന് പോയിക്കൂടെ വെച്ചു. ഞാൻ പോയിക്കൂടെ ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ 1-ാം തീയതി പോകണ ആളല്ല, ഇപ്പൊ ഞാൻ ബുദ്ധിമുട്ടിക്കാണെന്ന് നിൽക്കാം. അപ്പൊ അദ്ദേഹം 7 മണിക്ക് റെഡിയാണ്. അങ്ങനെ ഏത് സമയത്ത് നമുക്ക് സാധനം വാങ്ങാൻ മംഗലാപുരം പോകാനോ അല്ലെങ്കിൽ പൂനെ പോകാനോ ഏത് പരിപാടി പറഞ്ഞാലും യാതൊരു മുടക്കം കൂടാതെ എല്ലാ പരിപാടിയിലും സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ കൂടുതൽ ഞാൻ പറയുന്നില്ല. ജയേട്ടനോട് പറയാനുള്ള കാര്യം വെച്ചാല് റിട്ടയർ ചെയ്ത് പോവുകയാണെങ്കിലും ഈ സ്ഥാപനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം ആത്മാർത്ഥമായി ഇനിയും ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പെട്ടെന്നുള്ള പോക്ക് പ്രതിസന്ധി ഉണ്ടാക്കും, അത് സ്വാഭാവികമാണ്. കാരണം ഏത് സ്ഥാപനത്തിൽ നിന്നായാലും അവിടെ പ്രധാന കാര്യനിർത്തം വഹിച്ചാൽ പോകുമ്പോൾ പ്രയാസം കാര്യങ്ങളുണ്ടാവും. അപ്പൊ കുറച്ചുകൂടെയൊക്കെ ഞങ്ങളൊപ്പം സഹായിക്കണം. ആ കാര്യങ്ങളിൽ കൂടുതലൊന്നും ഇപ്പൊ ഞാൻ ഇവിടെ പറയുന്നു. ബാങ്കിന്റെ പ്രസിഡന്റ് ബഹുമാനായ ശ്രീ അബ്ദോക്ക, അബ്ദോക്ക, ഏറെക്കാലം ഈ ബാങ്കിന്റെ പ്രസിഡന്റായിരുന്ന ആദരണീയനായ ശ്രീ പി മൂസാക്ക, മുൻ പ്രസിഡന്റ് ശ്രീ ആലിയാക്ക, അതുപോലെ തന്നെ മുൻ ഭരണസമിതി അംഗങ്ങളെ, ഇപ്പോഴത്തെ ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങളെ, സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ, ആരെയും ഞാൻ പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത്. സ്നേഹം നിറഞ്ഞ എന്റെ സഹപ്രവർത്തകരെ, കർഷക സേവന കേന്ദ്രത്തിലെയും അതുപോലെ തന്നെ നമ്മുടെ നീതി ലാബിലെയും മെഡിക്കൽ ഷോപ്പിലെയും സഹപ്രവർത്തകരെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. എന്റെ ജീവിതത്തിലെ ആദ്യമായി ഇത്രയും നല്ല സ്നേഹോഷ്മമായ ഒരു യാത്രയപ്പ് സംഘടിപ്പിച്ച ഭരണസമിതി അംഗങ്ങൾക്കും എന്റെ സഹപ്രവർത്തകർക്കും ഞാൻ ആദ്യമായി എന്റെ നിസ്സീമമായ നന്ദി അറിയിക്കുകയാണ്. എന്റെ ജീവിതത്തിന്റെ ഒരു ഘട്ടം അഥവാ ഒരു യുഗം ഇവിടെ അവസാനിക്കുകയാണ്. 58 വയസ്സായാൽ നാം റിട്ടയർ ചെയ്യണമെന്ന സഹകരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ
ഈ 31/5/25 ഞാൻ സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ 58 വയസ്സിന്റെ ഇടയ്ക്ക് 38 വർഷവും ഞാൻ പുലിക്കൽ സർവീസ് എന്ന ബാങ്കിലാണ്. വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ബാങ്കിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ആ 85-86 കാലത്ത് JDCക്ക് പഠിക്കുമ്പോൾ ആ പ്രായോഗിക പരിശീലനം ഉണ്ടായിരുന്നു. ഒരു 7 ദിവസം ക്രെഡിറ്റ് സൊസൈറ്റിയിലും 7 ദിവസം നോൺ ക്രെഡിറ്റ് സൊസൈറ്റിയിലും. ഈ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ അന്ന് ഞാൻ പുലിക്കൽ സർവീസ് എന്ന ബാങ്കിലാണ് വന്നത്. അപ്പൊ അന്ന് മഴമട്ടേക്കാണ് ബാങ്കിന്റെ സെക്രട്ടറി. ഫസ്റ്റ് ദിവസം വന്നപ്പോൾ ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എവിടെ ഇരിക്കൊന്നും വേണ്ട, ആരെങ്കിലും സെന്ററിന് വരികയാണ്, ഇപ്പോഴും പോയിട്ടുണ്ട്, ഞാൻ പറഞ്ഞു വേണ്ടി പോകാറുണ്ട്. നമ്മളൊന്നാ കേൾക്കാൻ കത്തിക്കുക, ആ ഭരണകാലല്ലേ. അതേമാതിരി നമ്മൾ പോയി ചെയ്തു. പിറ്റേ ദിവസം ഞാൻ രാവിലെ ഒന്ന് ഒപ്പിട്ടിട്ട് ഞാൻ പോകാറുണ്ട്. അപ്പൊ പോകാൻ നിൽക്കട്ടെ അറിഞ്ഞു. കുറച്ച് ജോലിയൊക്കെ ഉണ്ട്, അത് പഠിക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ സെന്ററിന് പ്രിൻസിപ്പാൾ പ്രത്യേകം പറഞ്ഞിരുന്നു, അവിടെ വന്നാൽ നിങ്ങൾ ചില പണിയൊക്കെ ഏൽപ്പിക്കും, അതൊന്നും എടുക്കരുത്, നിങ്ങൾ പഠിക്കാനാണ് പോണേ, ലെക്ചറുകൾ ചോദിച്ച് പഠിക്കണം. അത് പറഞ്ഞ അത് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ സെക്രട്ടറിയോട് ചോദിച്ചു, അയക്കിന്റെ നമുക്ക് ഈ ലെക്ചറുകളോ കാര്യങ്ങളോ ഒന്നും പരിചയമില്ല, അറിവായി ചോദിച്ച് മിൻസ് ബുക്ക് നോക്കട്ടെ അറിയാൻ. ഒട്ടനോട് മിൻസ് ബുക്ക് ഒന്നും നിങ്ങൾക്ക് തരാൻ പറ്റില്ല, അത് വളരെ വേണ്ടപ്പെട്ട രേഖയാണ്, അതൊന്നും ഇങ്ങനെ ട്രെയിനിങ്ങിന് വർക്കൊന്നും തരാൻ പറ്റില്ല. അത്ര ശരിയാണ്. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എനിക്ക് ആദ്യമായി കുറെ രജിസ്റ്റർ നോട്ടീസ് എഴുതാൻ തന്നു. ഒരു ബുക്ക് നോക്കിയിട്ട് ലോൺ ലെഡ്ജർ നോക്കിയിട്ട് അവധി തെറ്റിയ ലോൺ തരഞ്ഞ് രജിസ്റ്റർ നോട്ടീസ് ആക്കാൻ ആളുകളെ ലോൺകാരെ ബുദ്ധിമുട്ടിക്കണം. ആ ഒരു ജോലിയാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്തത്. അങ്ങനെ അത് ചെയ്ത് പിറ്റേ ദിവസം അതേമാതിരി അന്ന് ഉച്ചയ്ക്ക് പോയി. 3-ാമത് ദിവസം ഞാൻ ഉച്ചയായപ്പോഴോട് ഭക്ഷണം കഴിച്ച് നമുക്ക് വൈകുന്നേരം വരെ പണിയും തീർന്നിട്ട് കുറെ A ക്ലാസ് അപ്ലിക്കേഷൻ ഫോം ലെഡ്ജറിൽ ചേർത്താൻ വേണ്ടി. അങ്ങനെ ആ 7 ദിവസം ഞാൻ ബാങ്കിൽ ഒരു ജോലിക്കാരനെ മാറി ജോലി ചെയ്തിരുന്നു. അത് ഏകദേശം ഒരു 86 കഴിഞ്ഞ് കൃത്യമായി ഞാൻ ഓർമ്മിക്കുകയാണ്. 1987 മാർച്ച് മാസത്തില് സെക്രട്ടറി നമ്മളെ ഗോപിനെ പറഞ്ഞയച്ചു വീട്ടിലേക്ക്. ഗോപിനെ തന്നോടൊന്ന് ബാങ്കിലേക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നു. കുറച്ച് പണിയാണ് അപ്പൊ ഞാനും ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ പഴയ മാതിരി ട്രെയിനിങ്ങിന്റെ അപ്പൊ ഞാൻ JDC കഴിഞ്ഞ സമയം ആ ബാങ്കിൽ വന്നപ്പോ ഇങ്ങനെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു, ദിവസക്കൂലിക്ക് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നമ്മള് പഠനം കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്താണ്. അങ്ങനെ ഞാനത് നിന്നു. അന്ന് 12 രൂപയാ കൂലി ഒരു ദിവസം. അതായത് ആഴ്ച ശനിയാഴ്ച നമ്മൾ ഒന്നിച്ച് കിട്ടും. ആ 12 രൂപ ഇന്ന് ഞാൻ ശമ്പളം വാങ്ങുന്നതിനെക്കാട്ടും എനിക്ക് അന്ന് വളരെയധികം ഉപയോഗപ്പെട്ട കാര്യം. കാരണം വീട്ടിൽ നിന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ സിനിമ കാണാനും ഭക്ഷണം കഴിക്കാനും മാത്രമേ എനിക്കത് ആവശ്യമുള്ളൂ. ആ ഒരു അവിടെ നിന്ന് അത് കറക്റ്റ് പറഞ്ഞാൽ 1987 മാർച്ച് മാസം തൊട്ട് ഞാൻ പുലിക്കൽ സർവീസ് സർട്ടിഫിക്കറ്റിൽ മാറി മാറി ഓരോ ജോലികൾ ചെയ്ത് പിന്നെ ക്രമേണ സെക്രട്ടറി ആ സമയത്ത് തന്നെ ഡാബൊക്കെ എങ്ങനെയാണ് എഴുതുക, ജനറേറ്റർ പോസ്റ്റിങ്, R&D പോസ്റ്റ് ചെയ്യുക, ടാലിയാക്കുക, ഈ പണികളൊക്കെ എന്നെ ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ അതൊന്ന് തുടങ്ങിയാണ് ഞാൻ 94 സെയിൽസ്മാൻ തസ്തികയിൽ ഒരു സ്ഥിര നിയമനായി ഇവിടെ വരുന്നത്. അപ്പോൾ ആര്യൊക്കെ പറഞ്ഞ മാതിരി അന്നത്തെ ജോലിയാണ് ഒരൊറ്റ മുറിയിലാണ് നമ്മുടെ ബാങ്ക്. മൂസറ്റേക്ക ഒരു സീറ്റ് ഇരിക്കുന്നുണ്ട്, അതിന്റെ അടുത്തൊരു ബാച്ചിൽ നമ്മുടെ ശ്രീധരണ്ട്. ഇവർ രണ്ടാം കൂടി ഇടയിലായിരുന്ന ഒരു സീറ്റ് ഞാനൊരു റൈറ്റിംഗ് പേഡും വെച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ആരെങ്കിലും എനിക്ക് തരണോ, അല്ലാതെ പുറത്തേക്ക് വഴിയില്ല. ആ സമയത്ത് ബാങ്കിന്റെക്കാട്ടും കൂടുതൽ പ്രവർത്തനം നടന്നിരുന്നത് നമ്മുടെ വളം ഡിപ്പോയിലായിരുന്നു. ഒരു ആഴ്ച തന്നെ 2 ലോഡ് ആയിട്ട് 24 ടണ്ണ് വരെ ഓരോ ആഴ്ചയിലും വരുന്ന അത്രയ്ക്കും വലിയൊരു ബിസിനസ്സാണ് നമ്മുടെ വളത്തിന്റെ ബിസിനസ്. അന്ന് ജൂൺ 30 പിന്നെ ആനുവലി ക്ലോസിങ് 30 ഇതുവരെ ക്ലോസ് ചെയ്യണ സമയത്ത് അന്നത്തെ കാലത്ത് ഞാൻ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ 840 രൂപ ശമ്പളം വാങ്ങിയത് ഞാൻ 5000 രൂപ വരെ ഷോർട്ട് വന്ന പൈസ അടച്ചിട്ടുണ്ട്. കാരണം നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. എങ്ങനെ ഒരു 50 കിലോ ചാക്കിന്റെ വളം വിൽക്കുമ്പോൾ 2-3 കിലോ ഷോർട്ട് തൂക്കത്തിലൊക്കെ പോയി ഷോർട്ട് വരും. അതെല്ലാം നമ്മൾ ലയബിലിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ കയ്യിൽ നിന്ന് അടയ്ക്കലാണ്. അങ്ങനെ കുറെ കാലം അവിടെ നിന്ന് ഓരോ തസ്തികകളിലും നിന്ന് അവസാനം 3 വർഷം സെക്രട്ടറിയുടെ ചാർജ് വഹിച്ചപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി തസ്തിക വരെ എത്തി. എന്റെ ഈ ഔദ്യോഗിക ജീവിതം വളരെയധികം സന്തോഷത്തോടെ ആസ്വദിച്ചിരിക്കുകയാണ് ഞാൻ. എന്റെ സഹപ്രവർത്തകരിൽ നിന്നും അന്ന് കൂടി ഇന്ന് വരെ നല്ല സഹകരണവും കൃത്യമായി എനിക്ക് കിട്ടിയത്. യാതൊരു ടെൻഷനോ ബുദ്ധിമുട്ടോ എനിക്ക് ഇതുവരെ ഇതിലുണ്ടായിട്ടില്ല. ഏറെ എന്നെ വളരെയധികം വേദനിപ്പിച്ച ഒരു 1-2 അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. 2016 നവംബർ 8-ാം തീയതി 500-ന്റെയും 1000-ന്റെയും നോട്ട് നിരോധിച്ച ആ ഒരു ഘട്ടം. പിറ്റേന്ന് മുതൽക്ക് ആളുകൾ 3 ദിവസം നമുക്ക് ആ 1000-ന്റെ 500 നോട്ട് വാങ്ങാൻ കഴിഞ്ഞിരുന്നു. പലരും ഇവിടെ പൈസക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കാൻ കാശില്ല. അങ്ങനെ ആകെ 2-3 ദിവസം 2000-ന്റെ നോട്ട് ഇറങ്ങിയപ്പോ ജില്ലാ ബാങ്കിൽ നിന്ന് ഒരാഴ്ചയിലോ 1-2 പ്രാവശ്യം 2 ലക്ഷം രൂപ കിട്ടും. അത് 4 ബ്രാഞ്ചിലൊക്കെ വീതിച്ചാൽ ഒരു 30 ആക്കി കൊടുക്കാറുള്ളൂ. അതിന് രാവിലെ 9 മണിയാകുമ്പോൾ ആൾക്കാർ എത്തി ടോക്കൺ കൊടുക്കൽ അവർക്ക് ആകെ ബഹളായി.
ഒരു ദിവസം ദയമായി ഞാൻ രാവിലെ ചായ എടുക്കുമ്പോൾ ബഷീറിനെ വിളിക്കണേ, ഇവിടെ പെട്ടെന്ന് വരണം, നമ്മൾ ആകെ അച്ഛനാണ് പറഞ്ഞേ. ഒന്നേക്കും ഈ ടോക്കൺ കൊടുത്ത ടോക്കണൊക്കെ ആരൊക്കെ പിടിച്ചു വലിച്ച് ആകെ കൊടുത്തോളില്ല, ഇല്ലാത്തവരും ഇല്ല, ആകെ പ്രശ്നം. അങ്ങനെയൊക്കെയുള്ള സമയത്താണ് പലർക്കും പണം കൊടുക്കാൻ കഴിയാത്തവര്. ഇപ്പോഴും ഞാൻ ഓർമ്മിക്കേണ്ട സ്ത്രീ വന്ന് പൈസ കിട്ടില്ല, എന്റെ മോളെ കല്യാണമാണ്, നിങ്ങളെ ഈ സഹകരണ ബാങ്കിൽ ഇട്ടോടെ ഞാൻ കുടുങ്ങിയപ്പോൾ ഞാൻ ഇവിടെ തൂങ്ങി മരിക്കേണ്ട അവസ്ഥയ്ക്കാണ് വരാൻ. വളരെ വേദനിപ്പിച്ചൊരു സംഭവം അവരെ ആത്മാർത്ഥമായി പറഞ്ഞൊരു വാക്കാണ്. അത് ശരിക്കും മനസ്സ് തട്ടിയിട്ടുണ്ടെന്നേ. പിന്നെ അത് ക്രമേണ മറ്റ് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നൊക്കെ ആളുകൾക്ക് ഏറെക്കുറെ പണം കിട്ടുന്നൊരവസ്ഥ വന്നപ്പോൾ പലരും പറഞ്ഞു നിങ്ങളെ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് കുടുങ്ങിപ്പോയല്ലോ, ഞാൻ അവിടെ അക്കൗണ്ട് തുടങ്ങി അങ്ങോട്ട് ഫണ്ട് മാറ്റി തരണം എന്ന് പറഞ്ഞു. അന്ന് നമുക്ക് RTGS സൗകര്യം തുടങ്ങിയിട്ടില്ല. നമ്മൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ചെക്ക് കൊടുക്കലാണ്. ഒരു ദിവസം 120 ചെക്ക് വരെ ബഷീർ ഞങ്ങളുടെ ഒപ്പിടലേ 120 ചെക്ക് വരെ നമ്മൾ എഴുതി കൊടുത്തില്ല. ആദ്യകാലങ്ങളിൽ അവർ പറയുന്ന സംഖ്യന്റെ ചെക്കായി. പിന്നീട് നമുക്ക് തോന്നി ബാങ്കിന്റെ സ്ഥിതി പുറകോട്ട് വന്നിട്ട് ഞങ്ങളൊരു ലിമിറ്റ് വെച്ചു, 50,000 രൂപേന്റെ മുകളിൽ ചെക്ക് കൊടുക്കില്ല. എന്നാലും ആ ഒരു സമയം നമ്മളെ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ ഏറെക്കുറെ 2-3 കോടി രൂപയുടെ കുറവ് വന്നു. ശരിക്കും വിചാരിച്ച ഈ സഹകരണ മേഖല തകർന്നുപോയി, ഇനി നമുക്ക് ഒരിക്കലും ഇതിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തൊരവസ്ഥ ഞങ്ങൾ ശരിക്കും വിചാരിച്ചു. ഇത് ഇരിക്കുന്ന സമയത്താണ് കുരുമേൽ കുരു എന്ന് പറഞ്ഞമാതിരി ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴാണ് മലപ്പുറം ജില്ലാ ബാങ്കിൽ പറഞ്ഞത്, നിങ്ങൾ ഈ 3 ദിവസം കളക്ട് ചെയ്ത ആ സ്ലിപ്പായിട്ട് ഉടൻ മലപ്പുറത്തിനോ CBIന്റെ പരിശോധന ഉണ്ട്. മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട 7 ബാങ്കിനെ അവർ തെരഞ്ഞെടുത്തത്. അതിലൊന്ന് നമ്മളെ പൊളിറ്റിക്കൽ സർവീസ് ബാങ്കിൽ നിന്ന് ഉടൻ ഇവിടുത്തെ സ്ലിപ്പായിട്ട് മലപ്പുറം ചെന്നപാട് ഇവിടെ ഓർമ്മിക്കുക, GM ഞങ്ങളൊരു മുറിയിൽ എത്തിയിട്ട് ആരും പുറത്തേക്ക് കൊണ്ടാറുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ താഴത്തെ അന്ന് ഈ ചാനലിങ്ങനെ ന്യൂസിൽ നടക്കുന്ന സമയമാണ്. താഴത്ത് മുഴുവൻ ഏഷ്യാനെറ്റിന്റെയും മറ്റേ എല്ലാ ചാനലും ഉണ്ട്. നമ്മൾ പറഞ്ഞ ആരും പുറത്തേക്ക് പോകണ്ട, ഇവിടെ ഇരുന്നാൽ മതി. അപ്പോഴേക്ക് ഫ്ലാഷ് ന്യൂസ് വന്നിരുന്നു, മലപ്പുറം ജില്ലയിലെ സഹകരണ ബാങ്കുകളിൽ വ്യാപകമായ CBI പരിശോധന. ഇതും കൂടി കേട്ടപ്പോൾ ആളുകളൊക്കെ ആകെ പലരും പണം കണക്കിൽപ്പെടാത്തല്ല, ആ ഒരു വലിയ വലിയ സംഖ്യകളെ നിക്ഷേപിച്ച ആളുകളെ വിളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്താ ബാങ്കിൽ പരിശോധന നടക്കുന്നുണ്ടല്ലോ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. ഞാൻ ബഷീറിനെ കൂട്ടിയാ പോയത്. അങ്ങനെ ഒരു രാത്രി 8 മണിയായപ്പോ CBIന്റെ DYSP ഞങ്ങളെ വിളിച്ച് അതിന് ഞങ്ങൾ കൊടുത്ത സ്ലിപ്പില് ആദ്യത്തെ സ്ലിപ്പ് തന്നെ ഒരു സ്ത്രീ 1000ന്റെ 2 നോട്ട് അടച്ചത് 2000 രൂപ. അതിൽ അടയ്ക്കുന്ന അയാൾ ഒപ്പിട്ടിട്ടില്ലേ, ഒരു കഷ്ടകാലം. ഇത് കണ്ടോടെ ഇത് കള്ളപ്പണമാണ്, ഇത് ഇയാളല്ല നിങ്ങൾ ഉണ്ടാക്കിയ പൈസയാണ്, ഇത് കള്ളപ്പണമാണ്, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അവർക്കൊക്കെ കള്ളപ്പണമാണ്, വ്യാപകമായി കള്ളപ്പണം എന്നാ പറയുന്നത്. ഇത് വാങ്ങാൻ പറ്റില്ല. ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് വളരെയധികം വേദനിപ്പിച്ചിരുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യും, അന്ന് അപ്പൊ സമയം ഏകദേശം രാത്രി 8 മണിയായിരുന്നു. നാളെ രാവിലെ നിങ്ങളെ ഇതുവരെ 3 ദിവസം നിങ്ങൾ വാങ്ങിയ സ്ലിപ്പും മുഴുവൻ ബാങ്ക് അക്കൗണ്ടിന്റെ അപ്ലിക്കേഷൻ വേണ്ടി നാളെ എറണാകുളം കത്തിക്കടയുള്ള CBI ഓഫീസിലേക്ക് ഹാജരാവണം. ആകെ പേടിച്ചില്ലേ. അതിനാവുമ്പോൾ നമ്മളെ 4 ബ്രാഞ്ചിൽ വിളിച്ചൊന്ന് മുഴുവൻ എടുത്തു വെക്കി രാത്രി ഒക്കെ റെഡിയാക്കണം. പിറ്റേന്ന് രാവിലെ 6 മണി 5:30 മണി 6 മണിക്ക് ഞങ്ങൾ രണ്ടാളും കൂടി ഇത് മുഴുവൻ കെട്ടിണ്ടാക്കി ഈ അപ്ലിക്കേഷൻ മുഴുവൻ നമ്മളെ വണ്ടീന്റെ ബാക്കിൽ മുഴുവൻ അതായിട്ട് പോയി. പോലീസ് സ്റ്റേഷനിലൊക്കെ ഒരുപാട് സംഖ്യ. പക്ഷെ CBIന്റെ കാര്യം ജീവിതത്തിൽ ആദ്യം ഇത് എന്താവുന്നുണ്ട് ഒരു ഐഡിയ ഇല്ല. അവിടെ ചെന്ന് ഞങ്ങൾ ഉച്ച കഴിഞ്ഞാൽ എത്തിയപ്പോ അവിടെ ഇരിക്കാൻ പറഞ്ഞ താഴത്തൊരു സ്വീകരണം കൂടി കുറെ ഇപ്പൊ നിങ്ങളെ വിളിക്കുന്നുണ്ട്. അപ്പൊ 3ാമത്തെ ലേല DYSP CA ഉണ്ട്. അവിടെ ചെന്ന് അവരിങ്ങനെ ബാങ്ക് എന്നാൽ ആദ്യമൊക്കെ അവരിങ്ങനെ കുറെയൊക്കെ നോക്കിയിട്ട് ഒരു കാര്യം ചെയ്യും, ഇതിങ്ങനെ കൊണ്ടുവന്നാൽ പോരാ, നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് ആക്കി തരണം. നിങ്ങളെ ആളെ ആദ്യം അക്കൗണ്ട് നമ്പർ, ആളെ പേര്, അഡ്രസ്സ്, എത്ര രൂപയാണ് അടച്ചത്, ആളെ പാൻ കാർഡ് നമ്പർ, ഇങ്ങനെ കുറെ ഡീറ്റെയിൽസ് ആയിട്ട് മറ്റന്നാൾ കാർഡ് എത്തിക്കണം എന്നാണ്. എല്ലാവരും പേടിച്ചിട്ടാ പറഞ്ഞത് CBI ഓഫീസിൽ ഹാജരാകുക പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ എന്താ അവർ പറയാന്നുള്ളതൊന്നും ഒരു യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ ആളെ നോക്കിയിട്ട് പറഞ്ഞു ഞാൻ ഇതൊക്കെ നോക്കട്ടെ, നിങ്ങൾ അടുത്ത ദിവസം വീണ്ടും ഹാജരാണെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് അപ്പൊ സമയം എറണാകുളത്ത് രാത്രി ഒരു 7 മണിക്കാണ് പോയിരുന്നത്. ഇവിടെ എത്തുമ്പോൾ 1 മണി കഴിയുണ്ടോ. വളരെയധികം ആ ഒരു ദിവസങ്ങൾ മാനസികമായിട്ട് വളരെയധികം പിടിച്ചിരുന്നു. പിന്നെ ഒരു ദിവസം പിടിക്കണ്ടേ വീണ്ടും ഹാജരാണ്. അതിൽ പോയി അതിൽ അവര് ഇങ്ങനെ ആദ്യം ഒന്ന് ഭക്ഷണം കഴിച്ചോ എവിടെ അങ്ങനെ പിന്നെ അവര് തിരിച്ചും മറിച്ചും ഓരോ ചോദ്യങ്ങള്. ഇതെങ്ങനെയാണ് എന്റെ കൂടെ ഒന്ന് ബഷീറിന്റെ അറിയ അനുഭവങ്ങള് തിരിച്ചും മറിച്ച് നമ്മളെ സ്നേഹത്തോടെ ചോദിക്കാം. അപ്പൊ അങ്ങനെ കുറെ ആളെ ജോലിയുള്ളപ്പോ ഞാൻ സാറിന്റെ പേരെന്താ സാർ, എവിടെ എന്റെ പേരും ഞാൻ പറഞ്ഞില്ല, ഫോൺ നമ്പർ ഇവിടുത്തെ ഫോൺ നമ്പർ ഉണ്ട്, അതിനോട് വിളിച്ചാൽ മതി. അങ്ങനെ അവരെ കഴിഞ്ഞപ്പോ രാത്രി ഏകദേശം അവർ 10 മണിയുടെ അടുത്തായിട്ട് ഞങ്ങൾ എറണാകുളത്ത് CBI ഓഫീസിൽ ഇറങ്ങുമ്പോ അളൊക്കെ നോക്കിയിട്ട് പറയും ഞങ്ങൾ ഇന്നും വിളിക്കുമ്പോൾ വീണ്ടും ഹാജരാവേണ്ടി വരും, അതിന് ശേഷം നടപടി ഉണ്ടാവുള്ളൂ. അന്ന് ഞങ്ങളെ കൂടെ മക്കരപ്പുറമ്പ് ബാങ്കിന്റെ പിന്നെ അത് ഇളങ്കൂര് മക്കരപ്പുറമ്പ് ബാങ്കിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ അവർ കണ്ടുപിടിച്ചിരുന്നു. ആ രീതിയിലാണ് എല്ലാരും കാണുന്നത്. അങ്ങനെ പോകുന്നത് എന്നും പിന്നെ പേടിയാ, ഇത് എന്താവും എന്നുള്ളത്.
ഒരു ദിവസം വീണ്ടും വിളിക്കണോ, CBIന്റെ ഓഫീസിലാണ് ആകെ ഡൗണായി. അവിടെ നിങ്ങളെ ഫയലൊക്കെ പരിശോധിച്ചു, വലിയ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ നാളെ വന്ന് ഫയലൊക്കെ മടക്കി വാങ്ങിക്കോളി, സീലും കൊണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്കറിയാം സുരേഷ് ബാബു ഞങ്ങളുടെ പോയത് ഒരു ടൂർ സന്തോഷത്തിലാണ് പോയത് എറണാകുളത്തേക്ക്. ചെന്നപ്പോൾ അതേമാതിരി ഫയലുകളൊക്കെ മുടക്കി വാങ്ങി വളരെയധികം സന്തോഷത്തിലാണ് പോരുന്നത്. കാരണം അത്രയ്ക്കും ഞാനിത് പറഞ്ഞ എന്താ വെച്ചാൽ എന്റെ ജീവിതത്തിൽ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ ടെൻഷനായിരുന്നു ആ നോട്ട് തീരുന്ന സമയത്തുണ്ടായ നിക്ഷേപകർക്ക് പണം കൊടുക്കാൻ കഴിയാത്ത വേദന ഒരു ഭാഗം നിൽക്കുമ്പോൾ അതിന്റെ ഇടയിൽ കൂടി ഈ CBIന്റെ അതിലേറുള്ളൊരു പരിശോധനയും കാര്യങ്ങളും. CBI എന്ന് പറയുമ്പോൾ വളരെയധികം പേടിക്കും. അങ്ങനത്തെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത്. ബാക്കി എല്ലാ കാര്യത്തിലും വളരെയധികം സന്തോഷത്തോടു കൂടി വളരെ നല്ല സാമർത്ഥ്യകര നല്ലൊരു പ്രതികരണം എനിക്ക്. ഇപ്പൊ ഇവിടെ എല്ലാവരും ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു, അത് ഞാനല്ല, എന്റെ കൂടെയുള്ള എന്റെ സഹപ്രവർത്തകരുടെയും അതിലേറെ ഭരണസമിതിയുടെയും സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ പറയുമ്പോൾ എന്റെ കുടുംബജീവിതം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഭാര്യയും 2 കുട്ടികളും. മൂത്ത മകൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് BTech കഴിഞ്ഞ ജൂലൈയിൽ അത്യാവശ്യം നല്ല മാർക്കോടെ പാസ്സായി. അവർ നല്ലൊരു ജോലി കിട്ടി. ഒരു സ്വിറ്റ്സർലൻഡ് കമ്പനിയിൽ ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് ഇപ്പൊ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യാണ്. മകളിപ്പോ അതേമാതിരി CBSE ഇവിടെ ഉണ്ട്. CBSE പരീക്ഷയിലും 93% മാർക്കോടെ CBSE SLC പാസ്സായി. ഭാര്യ ഹൗസ് വൈഫാണ്. ഇപ്പൊ നിങ്ങളെ കൂടെ പറഞ്ഞു കഴിഞ്ഞു വീട്ടിലെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ടൊന്നും അത്ര എടുത്തു പറയേണ്ട ഒരു വിഷയമല്ല, ഒരു സഹകാരി കൂടിയാണ് നന്നായി തന്നെ. അത് എന്താ വെച്ചാൽ അതൊക്കെ വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതമാണ്. അമീത് പറഞ്ഞ മാതിരി അത്രത്തോളം ഒന്നും ഉണ്ടാവില്ല. ഇത്ര പൈസക്കാരൻ അവിടെ നമ്മൾ എത്തിയിട്ടില്ല. അപ്പൊ അമീതിന്റെ തുടക്കപ്പൊക്കെ തന്നെ പറയല്, അത് അതിന്റെ ഒരു ഭാഗം. അപ്പൊ എനിക്ക് ഈ അവസരത്തിൽ ഞാൻ പറയുന്നത്, ഞാൻ ഇവിടെ വന്ന സമയത്ത് എല്ലാവരുടെ സപ്പോർട്ടും തന്നിരുന്ന പലരും ഇന്ന് നമ്മളോടൊപ്പമില്ല. എന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത് എന്നെ കൊണ്ടുവന്ന മുൻ സെക്രട്ടറി ബാബുട്ടാക്ക, അദ്ദേഹം നമ്മളോടൊപ്പമില്ല. അതുപോലെ തന്നെ എനിക്ക് ജോലിയൊക്കെ പഠിപ്പിച്ചെന്ന് ഉണ്ണിയാട്ടനായിരുന്നു, അദ്ദേഹം നമ്മളോടൊപ്പം. അതുപോലെ ശ്രീധരൻ, ഇവരൊക്കെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ വളരെയധികം വളരെയധികം സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ വീണ്ടും വന്ന സഹപ്രവർത്തകരിൽ നിന്നെല്ലാം എനിക്ക് നല്ല ഒരു അനുഭവമാണ് കിട്ടിയത്. കൂടുതലൊന്നും ഇതിലപ്പുറം എനിക്ക് പറയാനില്ല. അതുപോലെ എന്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ഒക്കെ ഉണ്ടാവും. അതുപോലെ സഹപ്രവർത്തകരല്ലോ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, ജോലിയുടെ ഭാഗമായി ചിലപ്പോൾ ഞാൻ എന്തൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് ആർക്കെങ്കിലും അങ്ങനെ വല്ല വിഷമങ്ങളും എന്റെ ഈ 38 വർഷം ജീവിതത്തിൽ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കാരണം ഞാൻ പറയുമ്പോൾ തന്നെ അന്ന് ഉള്ള മാതിരി ഉള്ളൊരു അന്നത്തെ ജീവിതം ഞാൻ പറഞ്ഞില്ല. ഒരു മുറിയിലെ വളത്തിന്റെ ഗോഡൌൺ, ആകെ കുറച്ച് ആൾക്കാരെ നമ്മൾ എഴുതുമ്പോ ഞാൻ ലേബുക്കും ചെറുതും ഒക്കെ എഴുതുന്നുണ്ടായിരുന്നു. അന്നൊക്കെ ഈ വളത്തിന്റെ ഗോഡൌൺ ചെറുതാക്കിയതാണ് മുസട്ടേക്ക് കൂടി. അതും ഒരുപാട് കാലം ഞങ്ങൾ മുൻകൈ ചെയ്തതാ. ഈ മഴക്കാലുണ്ടായ വളത്തിന്റെ ചളിങ്ങനെ അടിയിൽ കൊണ്ടു. അപ്പൊ ഈ റൈറ്റിംഗ് ബോർഡ് നിലത്ത് വെച്ച് അവൻ ചവിട്ടി കഴിയാം, എന്നിട്ട് എഴുതിയത്. പിന്നെ അതേപോലെ അന്ന് ജോലി പറഞ്ഞാൽ പിന്നെ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ നമ്മൾ ബുക്കിൽ നോക്കിയിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ലിസ്റ്റ് എടുക്കുന്ന വലിയൊരു പാടാണ്. 36 അന്നൊക്കെ ക്ലോസിങ്. ഈ SBന്റെയും അതേപോലെ ഗോൾഡ് ലോണിന്റെ ഒക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് ലിസ്റ്റ് എടുക്കുന്ന വളരെയധികം പ്രയാസമാണ്. കാരണം ഞാൻ വന്ന സമയത്തൊക്കെ 94 നമ്മളിവിടെ ഓഡിറ്റ് നടക്കുന്നത് 83 ഓഡിറ്റാണ്. 10 വർഷം വരെ പുറകിലുള്ള ഓഡിറ്റ് അന്നൊക്കെ നടക്കുന്നത്. അപ്പോൾ ഒരു ലോൺ ലെഡ്ജർ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് എടുക്കുമ്പോൾ 36 എടുക്കുമ്പോൾ അതിന് ശേഷം കുറെ ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ടാവും. ആ ഒരു ലൈൻ തന്നെ നോക്കിയാൽ ബാലൻസ് ചെയ്ത് ഒന്നര ഔട്ട്സ്റ്റാൻഡിംഗ് ടാലിയേ ഉള്ളൂ. എങ്ങനെയായാലും തെറ്റും. അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ അബ്ദൊക്കെ അന്നത്തെ നമ്മുടെ സഹപ്രവർത്തക അധ്യാപക അത്ര കിടന്ന് വന്നിട്ടുള്ളൂ. അറിയാൻ കാര്യങ്ങളൊക്കെ കാർത്തികേയനുണ്ട്. അതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവങ്ങളാണ്. അതൊക്കെ ഇന്നത്തെ എന്റെ സഹപ്രവർത്തകരൊക്കെ വളരെ ആ കാര്യത്തിൽ ഭാഗ്യവാന്മാരാണ്. കാരണം നല്ല ശീതീകരിച്ച മുറിയിൽ നമ്മളിപ്പോ കമ്പ്യൂട്ടറൈസേഷനാണ്. ഒന്നും നമ്മൾ എഴുതണ്ട, എല്ലാം കമ്പ്യൂട്ടറിന്റെ വ്യക്തമായ അവസരം. അതിനുള്ള വരുന്ന തെറ്റുകൾ നോക്കാനേ ഉള്ളൂ. അപ്പൊ ഞാനിപ്പോ നമ്മളെന്ന് വെച്ചാൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇത്രയധികം എന്നോട് സഹകരിച്ച എന്റെ സഹപ്രവർത്തകർക്കും പിന്നെ ഇവിടെ എത്തിയ ഭരണസമിതി അംഗങ്ങൾക്കും മുൻ ജീവനക്കാർക്കും മുൻ ഭരണസമിതികൾക്കും എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി എന്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇത്രയും കാലം എന്നോട് കൂടി എല്ലാവർക്കും ഇത്രയും നല്ലൊരു സ്നേഹോഷ്മമായ ഒരു യാത്രയപ്പ് സംഘടിപ്പിച്ചെന്ന വളരെ നല്ലൊരു യാത്രയപ്പ് സംഘടിപ്പിച്ചെന്ന എന്റെ സഹപ്രവർത്തകർക്കും സ്നേഹം നിറഞ്ഞ ഭരണസമിതികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എന്റെ നിസ്സീമമായ നന്ദി അറിയിക്കുന്നതോടൊപ്പം എല്ലാവർക്കും എന്റെ The shadows play, the wind hums songs at the break of day.
whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills the velvet dark, etching patterns, leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune, caught in the rhythm of the stars and the moon. Teach me the language of rustling leaves, stories that linger on the breath of the breeze. The dawn paints gold on the mountain's crown, while rivers whisper truths as they flow down. Their songs entwined with the trees that stand, knotted in time by nature's hand. Each echoing step on the forest floor opens a world through an ancient door. The silence of
ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരിക്കൽക്കൂടി നിങ്ങളോട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ 31/5 സർവീസിൽ നിന്നും the break of day, whispering pine ഉണ്ടായിരുന്നു. പിന്നെ secrets നമ്മുടെ ബാങ്കിൽ നിന്ന് തന്നെ 9 പേര് പിരിയുന്നൊരു പ്രശ്നം ഇവിടുത്തെ ഒരു സാഹചര്യത്തിൻ്റെ ഒക്കെ കാരണത്താൽ നമുക്കത് ഇന്നേക്ക് മാറ്റി വെക്കേണ്ടതായി വരികയുണ്ടായിരുന്നു. അപ്പം ജയേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സൗമ്യമായ രീതിയിലുള്ള സമീപനം ആ ചിരിച്ചുകൊണ്ട് ബാങ്കിലേക്ക് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു എനർജി കിട്ടുന്ന രീതിയിലായിരുന്നു ജയേട്ടൻ്റെ എല്ലാ കാര്യവും. സംസാരിക്കുമ്പോഴൊക്കെ വളരെ നിൽക്കുന്നത് എനിക്കങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ വളരെ മിതമായ രീതിയിൽ സംസാരിക്കുക, കാര്യങ്ങൾ ചെയ്യുക, ചെറിയ ക്ഷേമാന്വേഷണമൊക്കെ നടത്തുക. അത്രയും സൗമ്യനായ ജയേട്ടൻ 31-ാം തീയതി സർവീസിൽ നിർമ്മിച്ചു. എനിക്ക് പ്രത്യേക സന്തോഷമുള്ളത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഈ മലപ്പുറം ജില്ലാ സ്ഥാപനം ഞാൻ ജോയിൻ ചെയ്ത് 8 മാസത്തിന് ശേഷം കൊണ്ടോട്ടി ബ്രാഞ്ചിലെത്തുമ്പോൾ ബാങ്കിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി വലിയ പരിചയമൊന്നുമില്ലാത്തൊരു ഇടത്തേക്ക് എത്തിയപ്പോൾ അവിടെ മാനേജറായിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മാനേജർ വിജയലക്ഷ്മി മേഡമാണ്. അവരെ സഹോദരൻ കൂടിയാണ് മിനിഞ്ഞാന്ന് ഈ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ളത്. ഏറെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ക്ലർക്കായിട്ട് ജോലി ചെയ്യുമ്പോൾ ഉള്ള പരിചയമാണ്. ഞാൻ കൊണ്ടോട്ടിയിലെത്തിയപ്പോൾ കൊണ്ടോട്ടിയിലും ജയേട്ടനുണ്ട്. ഏത് തരത്തിൽ പോയാലും നമുക്ക് ഏറ്റവും ഒരു മാതൃകയായിട്ട്. പിന്നെ ഇപ്പൊ ഞാൻ ആശംസ പറയാറുണ്ട് എന്റെ ബ്രദറിനെ കുറിച്ച് പറയാനാ, എനിക്ക് നല്ലതേ പറയണ്ടുള്ളൂ. ജോലിയുടെ കാര്യത്തിലൊക്കെ ആയാലും വളരെ സത്യസന്ധവും ആത്മാർത്ഥതയും ഉള്ള ഒരാൾ തന്നെയാണ്. അത് എനിക്ക് ആദ്യമേ അറിയണം. എങ്ങനെ അറിയോ, ഇവനൊരു 22-23 വയസ്സൊക്കെ ഉള്ളതായിരിക്കും ഞങ്ങളെ വീട് പണി തുടങ്ങിയത്. അന്ന് ഞങ്ങൾ മലപ്പുറത്താണ്. എൻ്റെ ഹസ്ബൻഡ് NGO അസോസിയേഷൻ പ്രസിഡന്റും പല പല തിരക്കിലാണ്. അന്ന് ആ വീട് മുഴുവൻ കംപ്ലീറ്റ് ഉണ്ടാക്കിപ്പിച്ച ആളാണ്. അന്നേരം അതാണ് അവൻ്റെ എക്സ്പീരിയൻസ് തുടങ്ങുന്നത്. ഞങ്ങളൊന്നും ചെയ്തില്ല. അത് വലിയൊരു കഴിവ് തന്നെയായിരുന്നു അന്ന് ചെറുപ്രായത്തിൽ തന്നെ. അതേപോലെ തന്നെ ജോലിയിലും ബാങ്കിലെ ജോലിയിലും ഒക്കെ നല്ല എല്ലാ ഓഫീസ് ഒരു മേലുദ്യോഗസ്ഥന്മാർക്കായാലും ഡയറക്ടർമാർക്കൊക്കെ പ്രിയപ്പെട്ട ആളായിരുന്നു. ഈ ഫസലിന്റെ വാപ്പയാണ് ജോയിൻ ചെയ്ത ബോർഡ് സെക്രട്ടറി. അയാൾ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരുന്നു ജോയിൻ ചെയ്ത സമയം തൊട്ടേ. അങ്ങനെയെല്ലാം നല്ല രീതിയിൽ പോയി. ഇനിയിപ്പോൾ അതുപോലെ തന്നെ വെറുതെ ഇരിക്കരുത് എന്ന് തന്നെയാണ് ഞാനും പറയണത്. വീട്ടിലിരുന്നാൽ ഇതുണ്ടാവില്ല. ഇനിയുള്ള ജീവിതം നല്ല സുഖകരമാവട്ടെ, ആരോഗ്യപ്രദമാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമ്മളെ ഫസലാക്കാൻ ആശംസ. ഡെപ്യൂട്ടി മാനേജറായിരുന്ന ജയകുമാർ, കേരള ബാങ്കിലെ ജീവനക്കാരെ നമസ്കാരം. ജില്ലാ ബാങ്കിലെ ഈ മലപ്പുറത്തേക്ക് 4 ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരടക്കം തിരുപ്പതി ശാഖാ മാനേജർ സാർ, സ്വാഗത വാസ കൃഷ്ണേട്ടൻ, ഈ ബാങ്കിലെ പ്രിയപ്പെട്ട ജീവനക്കാരെ, മുൻ ജീവനക്കാരെ, സുഹൃത്തുക്കളെ, വ്യക്തികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെയധികം സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഞാനുള്ളത്. സാധാരണ ഈ യാത്രയപ്പ് കൊടുക്കുക എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ സഹപ്രവർത്തകർ ആരെങ്കിലും റിട്ടേൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായ ഒരു യാത്രയപ്പ് സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ ജില്ലാ ബാങ്കിലെ അഥവാ കേരള ബാങ്കിലെ ഒരു ജീവനക്കാരനല്ലാത്ത ബാങ്കുമായി നല്ല ബന്ധം നിലർത്തിയിരുന്നു എന്ന എന്നെ ഇങ്ങനെ ഒരു യാത്രയപ്പ് സംഘടിപ്പിച്ചിരുന്ന ഇതിന്റെ സംഘടനയ്ക്ക് ഞാൻ ആദ്യമായി എൻ്റെ വിനീതമായ സ്നേഹപൂർവമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്.